കുറേ നാളത്തെ വീഡിയോ ചെയ്യാതെ നമ്മൾ ഇന്ന് ജിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നാണ് വീഡിയോ തുടങ്ങുന്നത്. ജിഷ്ണു, അപ്പോൾ ഇന്ന് കുറേ നാൾ കഴിഞ്ഞ് ഒരു പുതിയ വീഡിയോ തുടങ്ങാൻ പോവുകയാണ്. പുതിയ തുടക്കമൊന്നുമല്ല, ഒരു കണ്ടിന്യൂഷനിലായിരുന്നു വീഡിയോയ്ക്ക്. അതുകൊണ്ട് നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ സീരീസൊക്കെ ഒന്നേന്ന് തുടങ്ങാൻ പോവുകയാണ്, ഇൻസ്റ്റയിലും യൂട്യൂബിലും. അപ്പോൾ ഇന്ന് യൂട്യൂബിലാണ് വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് രണ്ടും ഡെയിലി വ്ളോഗ്സാണ് ഇന്ന് ഇടാൻ പോകുന്നത്, ഫിക്സ് അല്ല. അപ്പോൾ ജിഷ്ണു പോയാലോ? നമ്മളെ ബൈക്കൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫോണൊക്കെ എടുത്ത് വെച്ച് നമുക്കിറങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളെ സിനിമാറ്റോഗ്രാഫർ അഖിൽ ചേട്ടൻ്റെ വീട്ടിൽ പോകാം. അഖിൽ ചേട്ടൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ സിനിമാറ്റോഗ്രാഫർ അഖിൽ, നമ്മളെ ലെൻസ്കിൻ്റെ മുതലാളി. അപ്പോൾ ഒന്ന് ചേട്ടൻ്റെ അടുത്ത് പോകാം. ജസ്റ്റ് വന്നതാണ്, ജസ്റ്റ് ഒരു വിസിറ്റ് വന്നതാണ്. നോക്കട്ടെ. ചേട്ടോയ്, എന്താണ് പരിപാടി? പരിപാടിയൊന്നുമില്ല. നമ്മളിപ്പോൾ മണലിവിള ആ ഭാഗത്താണ്. നമ്മളെ ഇവിടെ നിന്നും കമ്മങ്കോട് പള്ളിയൊക്കെ അടുത്താണ്. ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അപ്പോൾ നമ്മളെ ജിഷ്ണു ഞാനും കൂടെ നെയ്ച്ചോറും പിന്നെ ബിരിയാണി അല്ലേ ഓർഡർ ചെയ്ത്. ഞാനിവിടെ വന്നിട്ടുള്ളതാണ്. ബിരിയാണി ഷോക്കാണ്. അപ്പോൾ എനിക്ക് ചിക്കൻ വേണ്ട, അതുകൊണ്ട് വെജാണ്. അത് നമ്മൾ നെയ്ച്ചോറിലങ്ങ് പിടിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങോട്ട് കൂടാ? കോവളം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കോവളത്തോട്ടാണ്. കോവളം പോയിട്ട് അവിടെ ഉള്ള ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരാം. ബിക്കോസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ പ്രിപ്പയർഡ് അല്ല, പിന്നെ അതേപോലെ ഫിക്സ് ഒന്നുമല്ല. അതുകൊണ്ട് കുറേ നാൾ കഴിഞ്ഞില്ലേ, അതുകൊണ്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ജിഷ്ണുവിനും ഫിക്സ് അല്ലാതുകൊണ്ട് അവനിങ്ങനെ ഇരിക്കുകയാണ് ഇനി എന്താ നടക്കാൻ പോകണമെന്ന്. അപ്പം നമ്മളതവിടെ കോവളത്തെത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇനി പൈസ കൊടുക്കണം. ജിഷ്ണു, എങ്ങനെയുണ്ട് കോവളം ബീച്ച് കാണാം? ഇതിങ്ങനെ ഞാൻ കാണിച്ചു തരാം. കോവളം ബീച്ചില്ല. പിന്നെ ഇവിടെ തന്നെ ആ കടലിൻ്റെ തീരത ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ അടുത്ത് ബീച്ച് കുറവാണ്, അപ്പം കാണാം, നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളെ ബൈക്ക് പാർക്ക് ചെയ്ത് 5 രൂപ. പണ്ട് ഇവിടെയൊക്കെ നിന്ന് കുളിക്കുന്ന സ്ഥലമാണ്. ബീച്ചൊക്കെ പോയി കടൽ ഇങ്ങനെ അകത്ത് കയറി ഇതുവരെ എത്തി. അങ്ങ് കിടന്ന ബീച്ചായിരുന്നു. എടാ ഫുള്ള് പോയടാ. അങ്ങോട്ടൊക്കെ പാറ പുറത്തേക്ക് വെള്ളം ചാടി കയറണം. അങ്ങോട്ടൊക്കെ വാ. ഞാനിവിടെ വന്നത് നമ്മളെ ടെൻഡർ കോക്കനട്ട് വാങ്ങണമായിരുന്നു. ടെൻഡർ കോക്കനട്ട് ഇല്ല. അപ്പം നമ്മൾ 2 കുൽഫിയിൽ അങ്ങ് ഒതുക്കി. എടാ എത്രയാണ് കുൽഫി? എത്രയാണ്? 60. അപ്പം ഇന്ന് നമുക്ക് കുൽഫി കുടിക്കാം. ബീച്ചേ ഇല്ല, കുൽഫിയെങ്കിലും കുടിച്ച് അതിൻ്റെ സങ്കടം അങ്ങ് തീർക്കാം. കുൽഫി കുടിച്ച് നമുക്ക് കോവളം ഒന്ന് കണ്ടു നോക്കാം. കോവളം ബീച്ച് ഇല്ല. മൊത്തം കയറും. ബീച്ച് ഫുള്ള് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബീച്ച് ഇല്ലടാ. അപ്പോൾ സൈഡ് നോക്കാം. എന്നാലും ഇവിടെ എന്തായാലും ഇല്ല. അപ്പം ഞാൻ ഇവിടെ ചേച്ചിയോട് ചോദിച്ചായിരുന്നു ഇവിടെ സീസണിൻ്റെ കാര്യം. അപ്പം ചേച്ചി പറഞ്ഞു സീസൺ തീർന്നു, അതുകൊണ്ട് ഇപ്പോൾ ബീച്ചൊക്കെ പോയി, വെള്ളം ഇങ്ങായി. പണ്ട് അവിടെ വരെ നമുക്ക് നടക്കാമായിരുന്നു, പക്ഷെ അതൊന്നും ഇല്ല ഇപ്പം. അങ്ങനെ ബാക്കി ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് ഞാൻ നടന്ന് കാണിച്ചു തരാം. ജിഷ്ണു, അപ്പോൾ സീസൺ തീർന്നു കേട്ടോ ബീച്ചിൻ്റെ. പിന്നെ ബാക്കിയുള്ള നമ്മളെ കുൽഫിയും ഞാനും മാത്രം. ഇവിടെയൊക്കെ കൂടെ വയ്ക്കുന്ന ചേട്ടന്മാർ. ഇതിവിടെ മാത്രം കുറച്ച് ബീച്ച് ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ഇതിവിടെ മാത്രം കുറച്ച് ബീച്ചുണ്ട്, ബാക്കിയെല്ലാം പോയി കേട്ടോ. അങ്ങോട്ടൊന്നും ഇല്ല. അവിടെയും വെള്ളം കയറി കേട്ടോ, കയറാൻ പാടായിരിക്കും. കുറച്ച് അങ്ങോട്ടൊക്കെ നടന്നു നോക്കാം. എന്തായാലും ഇത് പ്രതീക്ഷിച്ചല്ല വന്നത്. ഒരു ബീച്ചൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുന്ന വിചാരിച്ച് വന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, പറ്റില്ല. കുൽഫിയെങ്കിലും കുടിക്കാം. ഇത് ഇവരൊക്കെ കോവളം കറങ്ങാൻ വന്ന ആൾക്കാരായിരിക്കും അല്ലേ ഷോ കടിച്ചിരിക്കുന്നത്. ബീച്ചില്ലല്ലോ, പിന്നെ കറങ്ങിയിട്ട് കാര്യമില്ല. ഒന്നും ബീച്ചൊന്നും ഇല്ല, പക്ഷേ ഈ ഭാഗത്ത് കുറച്ച് ബീച്ചിൻ്റെ പോർഷൻ ഉണ്ടെന്ന് തോന്നലടാ. അതുവരെയൊക്കെ നിൽക്കാം. ബീച്ച് ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ. ഒരറ്റം തിരിച്ചു നീ നമ്മൾ എന്ത് ചെയ്യും? മല്ലയ്യ 80 അടിപൊളി. ചില്ലറ കൊണ്ട് നടക്കണം. എന്നോട് 80ന്റെ കണക്ക് പറഞ്ഞു. 30 കടിക്കാൻ എത്ര കിട്ടും? ഇവിടെ ഒരു മാങ്ങ 120 രൂപ കവറിലാണ്. ആൻറ്റി നമ്മളെ കോളത്തിലെ ആൻറ്റി 80 രൂപ മാങ്ങോ ഒക്കെ മുറിച്ച് തരാണ്.
ഇതാണ് നമ്മളെ മാങ്ങ. എങ്ങനെയുണ്ടാ കഴിച്ചിട്ട്? ഇവിടെ നടന്നു പോയിരുന്നു. പല ഡേഞ്ചർ വള്ളിക്കെട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അകത്ത് കയറാതെ എനിക്കൊന്ന് സമാധാനം. അപ്പോൾ കാലെടുത്ത് വെച്ചിട്ട് 2 വരയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ അകത്ത് വെച്ചിട്ടാ കാര്യം. 2 പ്രാവശ്യം ജിഷ്ണു നീ വെച്ച നീ അകത്ത് കാല് വെച്ച നല്ലതായിട്ട് രൂക്ഷമായിട്ടുണ്ട് കേട്ടോ കടല്. റിസ്ക് ആണ് ഈ സമയത്ത്. ഇനിയിപ്പോൾ ഇത് ഇനിയും കുറയും കേട്ടോ. ഇത് എനിക്കൊന്ന് ജോയിൻ്റ് ആവും മിക്കവാറും. അങ്ങോട്ട് പോകാം. പിന്നെ ഇവിടെ നോക്കിയിട്ട് ഇവിടെ ഒന്നും ഇല്ല ഇനി. ഇത്രയേ ഉള്ളൂ. ബീച്ചില്ലാത്തതുകൊണ്ട് പിന്നെ വലിയ വൈബൊന്നും കാണാനില്ല. പിന്നെ പിള്ളേരൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ആ പിള്ളേർ മാത്രമേ ഉള്ളൂ ഇത്തിരി വൈബായിട്ടുള്ളത്. ബാക്കി ഇപ്പോൾ ഓഫീസിനൊക്കെ വേണ്ടി നമ്മളെ ഫോട്ടോഗ്രാഫ് ചേട്ടന്മാരൊക്കെ പോസ്റ്റ് നടക്കുന്ന ആരും ഫോട്ടോ എടുക്കാനൊന്നുമില്ല. അടുത്ത് നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇനി പോകേണ്ടത് ഇവിടെ കൂടെ നടന്ന് അങ്ങറ്റം വരെ. ഇത് ചേച്ചിയുടെ പൈനാപ്പിൾ വാങ്ങിയതായിരിക്കണടാ പാത്രം. ചേച്ചി കൊണ്ടുപോയില്ല. വാ. ഇന്ന് നമ്മളെ പ്ലാനിങ് നൈസായിട്ട് പാളി. അതാണ് പ്രശ്നം. ഇല്ലടാ ജിഷ്ണു, അതെ ചെറുതായിട്ട് പാളിയല്ലേ. നേരത്തെ ഇവിടെയൊക്കെ ഫുള്ള് നടന്നു പോകേണ്ട ഫുള്ള് നമുക്ക് നടന്നങ്ങ് അറ്റം വരെ പോകാമായിരുന്നു. ബീച്ചെല്ലാം പോയി. ഇപ്പോൾ ഈ ഫുട്പാത്ത് മാത്രമുണ്ട് നടന്നു പോകാൻ. നമ്മളിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണല്ലേ ഇങ്ങനെ. ഇവിടെ ഫുള്ള് കടലേ കയറി. ഇവിടെ ഇതേപോലത്തെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കടല കണ്ട് ഫുഡൊക്കെ കഴിക്കാം. റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റിൻ്റെ കാര്യം ഞാൻ കൂടുതലൊന്നും പറയില്ല. ഹോട്ടലിൽ കയറി നോക്കിയാൽ മതി. നല്ല റേറ്റ് കാണും. സീ വ്യൂ അല്ലേ. പിന്നെ അമ്മച്ചിമാർ ഫുള്ള് പൈനാപ്പിൾ മാങ്ങോ ഒക്കെ വിറ്റ് വിൽക്കുക. നമ്മൾ തുടക്കം തൊട്ട് കാണണം അമ്മമാർ പൈനാപ്പിളൊക്കെ വിൽക്കണേ. മാംഗോ പൈനാപ്പിളൊക്കെ. അപ്പോൾ അതെല്ലായിടത്തും ഉണ്ട്. ഇവിടുന്ന് ഡേഞ്ചർ സോൺ ഇല്ല, പക്ഷേ ഇറങ്ങാതിരിക്കണം നല്ലത്. വെള്ളം ഇങ്ങനെ കയറുന്നുണ്ടല്ലേടാ. അവിടെ കണ്ടില്ലേ തിര അടിച്ച് കയറുകയാണ്. സീ റവ് സ്വിമ്മിങ് ഇസ് പ്രോഹിബിറ്റഡ്. നാളെ ഇവിടുത്തെ നടപ്പാത ഇടിഞ്ഞു പോയാടാ. സൈഡിലുള്ള ഈ നടപ്പാത ഇടിഞ്ഞു. ഇവിടെ ഇല്ല നടപ്പാത സംഭവം. താഴെയുള്ള നമ്മളിപ്പോൾ നമ്മൾ DC സൈൻ കഫേ നമ്മൾ പൂവാറിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കോഫിയൊക്കെ കുടിച്ചു. പിന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ റിക്കഗ്നൈസ് ചെയ്തു. അപ്പോൾ നമ്മളെ ഇവിടെ ഓണറൊക്കെ അവിടെ നിൽപ്പുണ്ട്. അവിടെയൊക്കെ ഓണർ നിൽപ്പുണ്ട്. അവരെ കണ്ട് അല്ലേ ജിഷ്ണു? അപ്പോൾ എങ്ങനെ തോന്നി നിനക്ക്? ഇന്ന് നമ്മളെ വീഡിയോ അവർ റിക്കഗ്നൈസ് ചെയ്ത് നമ്മളെ ഇങ്ങോട്ടൊന്ന് അന്വേഷിച്ച് നമ്മളെ വെൽക്കം ചെയ്ത് നമ്മൾ കുടിച്ച കോഫിയുടെ പൈസ വാങ്ങിച്ചില്ല. കുടിച്ച കോഫിയുടെ പൈസ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ വരാൻ പറഞ്ഞു. എന്തായാലും ഗ്രാൻഡ് ഓപ്പണിംഗ് നമ്മളെ ഈ തിയേറ്റർ ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. എന്തോ ചെറിയ ഡിലേ കാരണം ഇത് ഓപ്പൺ ആക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഡോം തിയേറ്ററാണ്. കേരളത്തിലെ ഫസ്റ്റ് ഡോം തിയേറ്ററാണ്. അപ്പോൾ കഫേ തുറന്നിട്ടുണ്ട്. ഡോം തിയേറ്റർ എന്തായാലും തുറക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഇതാണ് നമ്മുടെ ഡോം തിയേറ്റർ. അപ്പോൾ ഇത് എന്തായാലും സെറ്റപ്പ് ആക്കും. ഇത് നമ്മളെ കഫറ്റീരിയ ആണ്. അപ്പോൾ സംഭവം വേറെ ഒന്നുമില്ല. നമ്മളെ റിക്കഗ്നൈസ് ചെയ്യുന്നത് ചെറിയ കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മളെ വീഡിയോ കണ്ട് അവർ നമ്മളെ അടുത്ത് വന്ന് നമ്മളോട് അന്വേഷണമൊക്കെ ചോദിച്ചിട്ടാണ് പോയത്. അപ്പോൾ ജിഷ്ണു എവിടെയൊക്കെ നമ്മളെ വീഡിയോ ക്ലിക്ക് ആവുന്നുണ്ടല്ലേടാ. പിന്നെ എവിടെയൊക്കെയോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. നമ്മളിപ്പോൾ നമ്മുടെ DC കഫേയിൽ നിന്നും കോഫി കുടിച്ച് നമ്മളെ ഇത് പൂവാറെന്നും ഊരം പോകുന്ന റോഡാണ്. അപ്പോൾ നമ്മളെ പൂവാറിൻ്റെ ആ ഒരു പാലം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു എത്ര മീറ്ററാണ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 300 മീറ്ററിൻ്റെ ഉള്ളൂ. ഒരു വളവ് പോലെയാണ്. ഒരു വളവുണ്ട്. ഒരു ചെക്ക് പോസ്റ്റ് എക്സൈസിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതൊന്ന് വളഞ്ഞ് വരുമ്പം ഇങ്ങോട്ട് വരുമ്പം റൈറ്റ് സൈഡ് നമ്മളെ മിന്നൂസ് ഫുഡ് സ്റ്റോളാണ്. നമ്മളെ ഷാജൻ ചേട്ടൻ്റെ കടയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു എന്ത് കുടിക്കാം? ഒരു നാരങ്ങ വെള്ളമോ എന്തെങ്കിലും കുടിക്കാം. അപ്പോൾ ഇവർ പിന്നെ സ്പോൺസർ ചെയ്യുന്ന അവിൽ മിൽക്ക്, കോഫി, ഷാർജ ഷേക്ക്, നീണ്ട ലിസ്റ്റുണ്ട്. ചേട്ടൻ നിങ്ങൾ ഞാൻ സിനിമയിലെടുത്ത് നാളത്തെ സിനിമയിൽ കാണും. സ്പെഷ്യൽ നാരങ്ങ വെള്ളം നമുക്കായിട്ട് സ്പെഷ്യലായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ലൊക്കേഷൻ നമ്മളെ വീഡിയോ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കി വന്നാൽ ഈ സാധനം നമുക്ക് കിട്ടും. പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ സാധാരണ നാരങ്ങ വെള്ളം കുടിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ പൂവാറൊക്കെ പോയിട്ട് വന്നു. അടുത്ത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ നെയ്യാറ്റിൻകരയാണ്. നമ്മളിവിടെ നിന്ന് മിക്കവാറും നമ്മൾ തുടങ്ങാറുള്ളത് നമ്മളെ യാത്രയൊക്കെ. പക്ഷേ ഇന്ന് നമ്മളെ യാത്ര നിർത്തുന്നത് ഇവിടെയാണ്. നമ്മളെ നെയ്യാറ്റിൻകരയാണ്. ഇവിടെ എന്താ ഈ ഒരു ബൈക്ക് പാർക്കിൽ നിന്ന് ഞാൻ സ്റ്റാൻഡ് അകത്തോട്ട് കയറി ചായ കുടിക്കാം. ഇത് ഇവിടെയാണ് നമ്മളെ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ബസ് വന്ന് സ്റ്റാൻഡിൽ നിൽക്കുന്നത്.
നമ്മുടെ ഇലക്ട്രിക് ബസ്സിൻ്റെ ചാർജിങ് KSRTC ചേട്ടൻ നമ്മുടെ എൻട്രേക്ക് കൊടുത്തിട്ട് വണ്ടി ഇപ്പോൾ ചാർജിങ് ഇട്ടേക്കാണ്. ഇത് നമ്മളെ നെയ്യാറ്റിങ്കരയാണ് കേട്ടോ. നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡാണത്. അടിപൊളിയല്ലേ? ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ചാർജിങ് സ്റ്റേഷൻ. കൊള്ളാം. ഇപ്പോൾ ഇതിൽ ഒരു 70% ചാർജ് ഉണ്ട്. അപ്പോൾ അവർ എൻട്രി ചെയ്തിട്ട് ഫോൺ ബൈക്ക് ഇവിടെ ബസ്സിൽ പാർക്കിംഗ് ഇട്ടിട്ട് പോയിട്ടുണ്ട്. പിന്നെ ചാർജിങ് സ്റ്റേഷൻ്റെ ഇപ്പുറത്തായിട്ടാണ് ഞാനിവിടെ കണ്ടൊരു ഫ്ലെക്സ് അല്ല, ഒരു പോസ്റ്ററാണ് കെ വരെ ഫ്രീ വൈഫൈ സോൺ. അപ്പോൾ നമ്മളെ ജിഷ്ണു വരുമ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇതിൻ്റെ സ്പീഡ്. എൻ്റെ ഫോൺ എൻ്റെ ബാഗിലായിപ്പോയി. അപ്പോൾ ജിഷ്ണു വരുമ്പോൾ ജിഷ്ണുവിൻ്റെ ഫോണിൽ ചെക്ക് ചെയ്ത് നോക്കാം. ജിഷ്ണു നമുക്ക് ഫോൺ കാണിക്കുക. എടാ ഈ വൈഫൈ ഒന്ന് ചെക്ക് ചെയ്യടാ, അവിടെ വൈഫൈ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. കെ വൈഫൈ നമ്മൾ നേരിട്ട് കെ വൈഫൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. ഇതല്ലല്ലോ ഈ സംഭവം. അതിൻ്റെ നെറ്റ്വർക്ക് നമ്മൾ മറ്റേ ഇതില്ലേ, ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ എന്നും എനിക്ക് നീ ഇതൊന്ന് ഇവിടെ ചെയ്താൽ മതിയല്ലോ, ഇത് ചെയ്യണ്ടല്ലോ. അല്ല എന്തെങ്കിലും ചെയ്യണം, എന്നും എൻട്രി കൊടുക്കണം. OTP വരും. എൻ്റെ ഫോൺ നമ്പറിൽ ഇപ്പോൾ മെസ്സേജ് വരും. ആ മെസ്സേജിൽ കയറിയാൽ നമുക്ക് വൈഫൈ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളെ ജിഷ്ണുവിൻ്റെ ഫോണിൽ ഹൈ സ്പീഡ് നെറ്റ് നമ്മൾ കണക്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്പീഡ് ചെക്ക് ചെയ്യണ്ടേ, എത്രയാണ് സ്പീഡെന്ന് അറിയണ്ടേ. കെ വൈഫൈ ഒടുക്കത്തെ സ്പീഡായതുകൊണ്ട് ലോഡ് എടുക്കണില്ലടാ. ഫോണിൻ്റെ ആണെന്ന് അറിയില്ല, അത് നെറ്റ്വർക്കിൻ്റെ ആണോ അറിയില്ല, എന്തെങ്കിലും ശോകമാണ്, വിട്ടേക്ക്. അപ്പോൾ ഈ ടെസ്റ്റ് ഫെയിൽ, നോക്കണ്ട ചോ. പോവാമോ? ശോകമാണടാ, ശോകം. ആ നമ്മളെ ചേട്ടൻ എന്താ നമ്മളെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുകയാണ്. ചേട്ടാ എന്താ എവിടെയായിരുന്നു പറഞ്ഞോ? ഞാൻ വരാത്തോണ്ട് ചായ കുടിക്കുമ്പോൾ ചായ കുടിക്കില്ലെന്ന്. എന്താടാ ചായ കുടിക്കാത്ത? പാവം ചേട്ടൻ. ഇതെന്തൊരു മൊബൈലാണ്? ക്യാമറ മൊബൈലല്ലേ? ഇത് നമ്മൾ നെയ്യാറ്റിങ്കര ബസ് ഡിപ്പോയിൽ 1 പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിലുള്ളതാണ്. നമ്മളെ സ്ഥിരം ചായ സ്പോട്ടാണ്. അപ്പോൾ ചേട്ടൻ സങ്കടമൊക്കെ പറഞ്ഞ് സ്ഥിരം ഇവിടെ വരാനുള്ളതാണ്. അപ്പോൾ കുറേ നാളെ ഇവിടെ വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ദുഃഖം ചേട്ടൻ പ്രകടിപ്പിച്ചതാണ്. ചായ മാറ്റി എനിക്ക് ബൂസ്റ്റ് തരാമെന്നൊക്കെ പറഞ്ഞു. അതാണ് സ്നേഹം, അതാണ് സ്നേഹം. പക്ഷെ പൈസ കൊടുക്കണം. പൈസ ജിഷ്ണു കൊടുക്കും അല്ലടാ, ഭാഗ്യം വേണ്ട. നമുക്ക് പിന്നെ സ്പെഷ്യൽ സാധനം തരണോണ്ട് കുഴപ്പമില്ല. ചേട്ടൻ നല്ല അടിപൊളി ചേട്ടനാണ്. ആ ഇത് നീ കുടിച്ചോടാ, നിനക്കാണ് കൂടുതൽ. നീ ഇരിക്കട്ടെ, നീല പൈസ കൊടുക്കണേ. സൂപ്പർ ബൂസ്റ്റ്. എങ്ങനെ ഉണ്ടോടാ ബൂസ്റ്റ്? പൊളിച്ച് പൊളിയല്ലേ? നമുക്ക് സ്പെഷ്യലിൻ്റെ ചെയ്ത് 2 പേർ ബൂസ്റ്റ് ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നല്ല കട്ടിയുണ്ടല്ലേ? നല്ല കട്ടിയുണ്ട്, അതുകൊണ്ട്. നമ്മൾ വീഡിയോ നെയ്യാറ്റിങ്കര നിർത്താമെന്ന് വിചാരിച്ചത്, പക്ഷേ നമ്മളിപ്പോൾ ചെങ്കലിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷനോ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നിർത്തിയാണ്. അപ്പോൾ ടാറ്റ. ദിസ് ഈസ് അഖിൽ ഫ്രോം അഖിൽ ഓൺ സ്ട്രീറ്റ് സൈനിങ് ഓഫ്. അപ്പോൾ ജിഷ്ണു ടാറ്റ പറയടാ. ബൈ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. കുറേ നാളായില്ലേ വീഡിയോ ഇട്ടെ. അടുപ്പിച്ച് വീഡിയോ ഇടാം കേട്ടോ.